കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആയിരുന്നു. അപ്പോൾ എന്താണ് ഡിസ്പേർഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇന്ന് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് വേരിയേഷൻ അല്ലെങ്കിൽ എന്തൊക്കെയാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്നുള്ളതാണ് പറയണത്. അപ്പോൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ വരുന്നത് അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റിയിൽ വരുന്നത് റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് ലോറൻസ് കർവ്. ഓക്കെ, അതിൽ റേഞ്ചും ക്വാർട്ടൈൽ ഡീവിയേഷനെയും പൊസിഷണൽ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്നാണ് പറയുന്നത്. പിന്നെ മീൻ ഡീവിയേഷനെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയും കാൽക്കുലേഷൻ മെഷേഴ്സ് ഓഫ് ഡീവിയേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ലോറൻസ് കർവ് ഗ്രാഫിക് മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് വേരിയേഷൻ. അപ്പോൾ റേഞ്ചും ക്വാർട്ടൈൽ ഡീവിയേഷനും എന്താണ്? പൊസിഷണൽ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാൽക്കുലേഷൻ മെഷേഴ്സ് ഓഫ് ഡീവിയേഷൻ ആൻഡ് ദി ലോറൻസ് കർവ് ഈസ് ദി ഗ്രാഫിക് മെത്തേഡ് ഓഫ് സ്റ്റഡിയിങ് വേരിയേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇനി മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ തന്നെ ആബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് ഡിസ്പേർഷൻ ഉണ്ട്. ഓക്കെ, ആബ്സല്യൂട്ട്, റിലേറ്റീവ് ഡിസ്പേർഷൻ ഉണ്ട്. ആബ്സല്യൂട്ട് മെഷേഴ്സ് ആൻഡ് റിലേറ്റീവ് മെഷേഴ്സ് ആർ ദി ടു കൈൻഡ്സ് ഓഫ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. അപ്പോൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനെ രണ്ടായിട്ട് പറയാം, ആബ്സല്യൂട്ട് മെഷേഴ്സ് ആൻഡ് റിലേറ്റീവ് മെഷേഴ്സ്. ഓക്കെ, അതിൽ ആബ്സല്യൂട്ട് മെഷേഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ടു അസസ് ദി വേരിയേഷൻ എമംഗ് എ സെറ്റ് ഓഫ് വാല്യൂസ്. നമുക്ക് തന്നിട്ടുള്ള വാല്യൂസിലെ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടാവും. ആ വാല്യൂസിൻ്റെ ഇടയിലുള്ള വേരിയേഷൻ, മാറ്റമൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആബ്സല്യൂട്ട് മെഷേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദ ലേറ്റർ ആർ യൂസ്ഡ് whenever the variability of two or more sets of values are to be compared. അപ്പോൾ റിലേറ്റീവ് മെഷേഴ്സ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? രണ്ടോ അതിലധികമോ നമുക്ക് സെറ്റ്സ് ഓഫ് വാല്യൂസ് തരാം. രണ്ടോ അതിലധികമോ സെറ്റ് വാല്യൂസിൻ്റെ സെറ്റ് തന്നിട്ടുണ്ടാകും. അതിൻ്റെ വേരിയബിലിറ്റി കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിലേറ്റീവ് ഡിസ്പേർഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സീരീസ് അല്ലെങ്കിൽ ഒരൊറ്റ സെറ്റ് ഓഫ് വാല്യൂസിൻ്റെ ഇടയിലുള്ള വേരിയബിലിറ്റി എന്താണോ എന്ന് നോക്കും. റിലേറ്റീവ് ആകുമ്പോൾ എന്താണ്? റിലേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടോ മൂന്നോ സെറ്റ്സ് ഒക്കെ തന്നാൽ, 2 or more സെറ്റ്സ് തന്നാൽ എന്ത് ചെയ്യും? നമ്മൾ ആ സെറ്റിൻ്റെ ഇടയിലുള്ള വേരിയബിലിറ്റി നോക്കും. അതിനുപയോഗിക്കുന്ന മെത്തേഡ്സ് ആർ റിലേറ്റീവ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ റിലേറ്റീവ് മെഷേഴ്സ് ഗീവ് pure numbers which are free from the units of measurement of the data. Even data in different units and with unequal average values can be compared on the basis of relative measures of dispersion. അപ്പോൾ അൺഈക്വൽ ആവറേജ്, ഇപ്പോൾ നമുക്ക് ഒരുപാട് ഡാറ്റ തന്നു, ആ ഡാറ്റയുടെ ഒക്കെ ആവറേജ് ഒക്കെ അൺഈക്വൽ ആണെന്നുണ്ടെങ്കിലും നമുക്കത് കമ്പയർ ചെയ്യാൻ കഴിയും. ഏതിലൂടെയാണ്? റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിലൂടെ നമുക്കത് കമ്പയർ ചെയ്യാൻ കഴിയും. Less is the value of a relative measure, less is the variation of the set and more is the consistency. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിലേറ്റീവ് മെഷർ കുറവാണെന്നുണ്ടെങ്കിൽ, ലെസ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? സെറ്റിൻ്റെ ഇടയിലുള്ള വേരിയേഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും, ലെസ് ആയിരിക്കും. ആൻഡ് മോർ ഈസ് ദി കൺസിസ്റ്റൻസി എന്താണ്? കൂടുതലായിരിക്കും. ഓക്കെ, കൺസിസ്റ്റൻസി എന്നാൽ സ്ഥിരമായി നിൽക്കുക എന്നുള്ളത്. The terms stability, homogeneity, uniformity and consistency are used as if they are synonymous. Okay, അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം, മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് വേരിയേഷനിൽ 5 മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ റേഞ്ച്, ദെൻ ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ലോറൻസ് കർവ്. ഓക്കെ, അപ്പോൾ നമ്മൾ മെത്തേഡ്സ് ഓഫ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ആബ്സല്യൂട്ട് മെഷേഴ്സ് ആൻഡ് റിലേറ്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ ആബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് ഡിസ്പേർഷൻ. ഇപ്പോൾ ആബ്സല്യൂട്ടിൽ വരുന്നത് എന്താണ്? ആബ്സല്യൂട്ട് വരുന്നത് നമുക്കൊരു സെറ്റ് ഓഫ് വാല്യൂസ് എന്നാൽ ആ സെറ്റ് ഓഫ് വാല്യൂസിൻ്റെ ഇടയിലുള്ള വേരിയബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ടാണ് ആബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഉപയോഗിക്കുന്നത്. റിലേറ്റീവ് ഡിസ്പേർഷൻ ആണെന്നുണ്ടെങ്കിൽ രണ്ടോ അതിലധികമോ സെറ്റ്സ് ഓഫ് വാല്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനിടയിലുള്ള വേരിയബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് റിലേറ്റീവ് ഡിസ്പേർഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് വേരിയേഷനിലെ ഫസ്റ്റ് വൺ ഏതാണ്? റേഞ്ച്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് റേഞ്ചിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ റേഞ്ച് എന്താണ്, അതേപോലെ റേഞ്ച് ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെ ചെയ്യാം, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ എങ്ങനെ ചെയ്യാം, അതേപോലെ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ എങ്ങനെ ചെയ്യാം എന്നതാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് വരുന്നൊരു ടോപ്പിക്കാണത് കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് വി മൂവ് ഓൺ ടു റേഞ്ച്. അപ്പോൾ റേഞ്ച് എന്താണ്, അതിൽ വരുന്ന പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ,
അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു മെഷർ തന്നെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റേഞ്ച് ഈസ് ദി സിംപ്ലസ്റ്റ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഞ്ച് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഗ്രേറ്റസ്റ്റ് ആൻഡ് ദി സ്മോളസ്റ്റ് ഓഫ് ദി ഗിവൺ വാല്യൂ. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ, വ്യത്യാസമാണല്ലോ. ഏത് തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് ഉണ്ടല്ലോ, ആ വാല്യൂസിലെ ഏറ്റവും വലിയ വാല്യൂവും അതേപോലെ ഏറ്റവും ചെറിയ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിനെയാണെന്ന് പറയണത് റേഞ്ച് എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ സിംബൽസ് ഉപയോഗിച്ചിട്ട് പറയുകയാണെങ്കിൽ റേഞ്ച് ഈസ് ഈക്വൽ ടു എൽ മൈനസ് എസ്. അവിടെ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റസ്റ്റ് വാല്യൂ ആൻഡ് എസ് ഈസ് ദി സ്മോളസ്റ്റ് വാല്യൂ. ഓക്കെ, അല്ലെങ്കിൽ റേഞ്ച് ഈസ് ഈക്വൽ ടു ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ എന്ന് പറയാം. അതായത് ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ, അതായത് എച്ച് മൈനസ് എൽ എന്നും പറയാം. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ചിലപ്പോൾ ഒന്നെങ്കിൽ എച്ച് മൈനസ് എൽ ആവാം, അല്ലെങ്കിൽ എൽ മൈനസ് എസ് ആവാം കേട്ടോ. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത് അത് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ എച്ച് മൈനസ് എൽ, എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് വാല്യൂ, എൽ എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് വാല്യൂ. ഇവിടെ വരുമ്പോൾ ഇത് ലാർജസ്റ്റ് വാല്യൂ എന്നുള്ളതെങ്കിൽ ഗ്രേറ്റസ്റ്റ് വാല്യൂ എന്നുള്ളതിനാണ് എൽ ഉപയോഗിച്ചിട്ടുള്ളത്. എസ് എന്ന് പറയുന്നത് എന്താണ്? സ്മോളസ്റ്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ അത് മാറിപ്പോയത്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, എച്ച് മൈനസ് എൽ ഓർ എൽ മൈനസ് എസ്. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയ വാല്യൂവിൽ നിന്ന്, ലാർജസ്റ്റ് അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് വാല്യൂവിൽ നിന്ന് സ്മോളസ്റ്റ് വാല്യൂ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഡിഫറൻസ് ആണ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. നമുക്ക് ഏതാണ് ലോവസ്റ്റ് ഏതാണ് സ്മോളസ്റ്റ് എന്ന് ഏതാണ് ലോവസ്റ്റ് അല്ലെങ്കിൽ ഏതാണ് ലാർജസ്റ്റ് എന്ന് കണ്ടെത്താനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ. നമുക്ക് ആക്ച്വൽ വാല്യൂസ് തന്നാൽ അതിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്നുള്ളത്. എന്നിട്ട് രണ്ടും എടുക്കുക, രണ്ടും മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇൻ്റർവെലിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ, അതായത് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എസ് ഈസ് ദി ലോവർ ബൗണ്ടറി ഓഫ് ദ ലോവസ്റ്റ് ക്ലാസ്. നമ്മൾ പറഞ്ഞു എസ് എന്നാണ്? സ്മോളസ്റ്റ് വാല്യൂ ആണ്. അതെവിടെ നിന്ന് കിട്ടും? എസ് ഈസ് ദി ലോവർ ബൗണ്ടറി ഓഫ് ദി ലോവസ്റ്റ് ക്ലാസ്. ഏറ്റവും ലോവസ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ്, ഏറ്റവും ലോവസ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റിനെയാണ് അല്ലെങ്കിൽ ലോവർ ബൗണ്ടറി ആണെന്ത്? സ്മോളസ്റ്റ് വാല്യൂ വരുന്നത്. അതേപോലെ എൽ ഈസ് ദി അപ്പർ ബൗണ്ടറി ഓഫ് ദി ഹയസ്റ്റ് ക്ലാസ്. ഹയസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ബൗണ്ടറി, ഈ അപ്പർ ലിമിറ്റിനെയാണെന്ന് പറയണത് എൽ എന്ന് പറയണത്. ഓക്കെ, so the corresponding relative measure of dispersion is defined as coefficient of range is equal to L minus S by L plus S. ഇനി ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള റേഞ്ചിൻ്റെ റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ഈസ് ഈക്വൽ ടു എൽ മൈനസ് എസ് ബൈ എൽ പ്ലസ് എസ്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? റേഞ്ച് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ലാർജസ്റ്റ് വാല്യൂ ആൻഡ് സ്മോളസ്റ്റ് വാല്യൂ ഓഫ് ദി ഗിവൺ വാല്യൂസ്. ഓക്കെ, അപ്പോൾ എൽ മൈനസ് എസ്, എൽ എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് വാല്യൂ, എസ് എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് വാല്യൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, എച്ച് മൈനസ് എൽ ഹയസ്റ്റ് വാല്യൂ ലോവസ്റ്റ് വാല്യൂ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇൻഡിവിജ്വൽ സീരീസിൽ അതേപോലെ ഡിസ്ക്രീറ്റ് സീരീസിൽ കണ്ടിന്യൂസ് സീരീസിലൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ, എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിൻ്റെ കേസിൽ എക്സാമ്പിൾ നോക്കുക. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ, ദ പ്രൈസ് ഓഫ് എ ഷെയർ ഫോർ എ 6-day വീക്ക് ഈസ് ഫ്ലക്ച്വേറ്റഡ് ആസ് ഫോളോസ്. ഓക്കെ, അപ്പോൾ ₹156, ₹165, then 148, 151, 147, 162 എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ളത് വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഒരു ഷെയറിൻ്റെ പ്രൈസ് 6 ദിവസങ്ങളിലായിട്ട് മാറുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റേഞ്ച് കാണണം, അതേപോലെ അതിൻ്റെ കോഎഫിഷ്യൻറ്റും കാണണം. ഓക്കെ, അപ്പോൾ റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എൽ മൈനസ് എസ്. അപ്പോൾ എൽ മൈനസ് എസ് എന്നതിൽ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ വരുന്നത് ഏതാണ് നോക്കുക? ഏതാണ്? 165. ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ 165. ഇതിന് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ നോക്കുക. ഏറ്റവും ലോവസ്റ്റ് വാല്യൂ 147. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കിട്ടിയിട്ടുള്ള വാല്യൂസ്. അപ്പോൾ 165 മൈനസ് 147 ഇസ് ഈക്വൽ ടു 18 എന്ന് കിട്ടും. 18 ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ലാർജസ്റ്റ് വാല്യൂ ആൻഡ് സ്മോളസ്റ്റ് വാല്യൂ. സോ ഇറ്റ് ഈസ് റേഞ്ച്. ഓക്കെ, അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ചിലേക്ക് വരുമ്പോൾ ദാറ്റ് ഈസ് ഇക്വേഷൻ എന്താണ്? എൽ മൈനസ് എസ് ബൈ എൽ പ്ലസ് എസ്. അപ്പോൾ എല്ലും
ലാർജസ്റ്റ് വാല്യൂ സ്മോളസ്റ്റ് വാല്യൂ തമ്മിൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ രണ്ടും തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ. അപ്പോൾ 165 - 147 ഡിവൈഡഡ് ബൈ 165 + 147. അപ്പോൾ കിട്ടുന്നത് എന്താണ് ആൻസർ വരുന്നത് 18/312. ഇത് ചെയ്താൽ ആൻസർ വരുന്നത് 0.0577. ഓക്കെ. ഇനി നമുക്ക് അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിൻ്റെ കേസിൽ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസാണ്. അപ്പോൾ അതിലൊരു എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൽ നേരിട്ട് ഇത് കെ എക്സ് ജോസഫ് സാറിൻ്റെ പുസ്തകമാണ്. അതിൽ നേരിട്ട് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. അത് പോറ്റിയുടെ പുസ്തകത്തിൽ കേട്ടോ. ഇപ്പോൾ റേഞ്ച് ഇൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ വേജും കൊടുത്തിട്ടുണ്ട്, അതേപോലെ നമ്പർ ഓഫ് എംപ്ലോയേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേജ് എക്സ് വാല്യൂസ് ആയിട്ടും നമ്പർ ഓഫ് എംപ്ലോയേഴ്സ് ഫ്രീക്വൻസി ആയിട്ടുമാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ റേഞ്ച് എങ്ങനെയാണ് കാണുന്നത് ഇവിടെ, അതായത് പോറ്റിയുടെ പുസ്തകത്തിൽ H-L ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ഏതാണോ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നത് അത് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ എന്താ നോക്കേണ്ടതെന്ന് അറിയോ, വേജിൻ്റെ കേസ്, അതായത് എക്സ് വാല്യൂസിൻ്റെ കേസ് മാത്രം നോക്കിയാൽ മതി. ഫ്രീക്വൻസി നോക്കേണ്ട ആവശ്യമേ ഇല്ല. റേഞ്ച് കാണുമ്പോൾ ഫ്രീക്വൻസി നോക്കേണ്ട ആവശ്യമില്ല. എന്ത് മാത്രം ചെയ്താൽ മതി, എക്സ് വാല്യൂസ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ എക്സ് വാല്യൂസിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്ന വാല്യൂ ഏതാണോ നോക്കുക, അതേപോലെ ലോവസ്റ്റ് ആയിട്ട് വരുന്ന വാല്യൂ ഏതാണോ നോക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ ഹയസ്റ്റ് വാല്യൂ വരുന്നത് 25 ആണ്. ഈ 25ൽ നിന്ന് ലോവസ്റ്റ് വാല്യൂ കുറക്കുക 10. 25 - 10 = 15 എന്നുള്ളതാണ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ ഇങ്ങനെയാണ് ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വൽ മെഷേഴ്സ് തന്നിട്ടുണ്ടാവും, നമ്പേഴ്സ് തന്നിട്ടുണ്ടാവും, അത് എത്ര തവണ വന്നു എന്നതിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എക്സ് വാല്യൂസും ഫ്രീക്വൻസിയും തന്നാൽ നിങ്ങൾ നോക്കേണ്ടത് എക്സ് വാല്യൂസ് മാത്രമാണ്. എക്സ് വാല്യൂസിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂവും ലോവസ്റ്റ് വാല്യൂവും തമ്മിൽ മൈനസ് ചെയ്താൽ നമുക്ക് റേഞ്ച് കിട്ടും. ഓക്കെ. അതാണ് ഈ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് കാണുന്നത്. ഇനി കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു എക്സാമ്പിൾ കൂടെ കാണിച്ചു തരാം. അപ്പോൾ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സാമ്പിൾ, കാൽക്കുലേറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. ഓക്കെ. അപ്പോൾ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ നോക്കുക. മാർക്സ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ 10, 20, 20, 30, 30, 40, 40, 50, 50, 60 എന്ന് പറയുന്ന എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. ക്ലാസ്സുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു നേരത്തെ തന്നെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞപ്പോൾ ഫ്രീക്വൻസി നോക്കേണ്ട ആവശ്യമില്ല. എന്ത് മാത്രം നോക്കിയാൽ മതി, ക്ലാസ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ക്ലാസ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എസ് എന്ന് പറഞ്ഞാൽ ലോവർ ബൗണ്ടറി ഓഫ് ദി ലോവസ്റ്റ് ക്ലാസ്സും എൽ ഈസ് ദി അപ്പർ ബൗണ്ടറി ഓഫ് ദി ഹയസ്റ്റ് ക്ലാസ്സും ആണെന്നല്ലേ. അപ്പോൾ ഇവിടെ വരുന്ന ലോവസ്റ്റ് ക്ലാസ് ഏതാണ്? 10, 20. അതല്ലേ ആദ്യത്തെ ക്ലാസ്. ഇതാണ് ഏറ്റവും ചെറിയ ക്ലാസ് 10, 20 എന്ന് പറയുന്നത്. അതിൻ്റെ ലോവർ ലിമിറ്റ് എടുക്കുക. അതാണ് എസ് എന്ന് പറയുന്നത്, സ്മോള്. ഓക്കെ. അപ്പോൾ 10. ഇനി അപ്പർ ക്ലാസ്, ഏറ്റവും ഹയസ്റ്റ് ക്ലാസ്സിൻ്റെ 50, 60 ആണല്ലോ ഹയസ്റ്റ് ക്ലാസ്. അതിൻ്റെ അപ്പർ ലിമിറ്റ് എടുക്കുക 60. അപ്പോൾ ഇതിൻ്റെ അപ്പർ ലിമിറ്റും ലോവസ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് റേഞ്ച് എന്ന് പറയണത്. ഓക്കെ. അപ്പോൾ 60 - 10 60 - 10 ചെയ്താൽ = 50 എന്നുള്ളതാണ് എന്ത് വരുന്നത്, റേഞ്ച് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്, കാൽക്കുലേറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ആണ്. അപ്പോൾ നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കാണണം. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ഈസ് ഈക്വൽ ടു L - S/L + S. അപ്പോൾ 60 - 10 ഡിവൈഡ് ബൈ 60 + 10 ഈസ് ഈക്വൽ ടു 50/70. ഇത് ചെയ്ത് നോക്കിയാൽ ആൻസർ വരുന്നത് 0.7143. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ വരുമ്പോൾ, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ വരുമ്പോൾ എക്സ് വാല്യൂസ് എടുക്കുക. ആ എക്സ് വാല്യൂസിൽ ഹയസ്റ്റ് വാല്യൂ ലോവസ്റ്റ് വാല്യൂ എടുക്കുക. ഇനി ക്ലാസ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ലോവസ്റ്റ് വാല്യൂ എടുക്കേണ്ടത് ലോവർ ലിമിറ്റ് ഓഫ് ദി ലോവസ്റ്റ് ക്ലാസ്, ഹയസ്റ്റ് വാല്യൂ എടുക്കേണ്ടത് അപ്പർ ലിമിറ്റ് ഓഫ് ദി ഹയസ്റ്റ് ക്ലാസ്. ഓക്കെ. അത് തമ്മിൽ ഡിഫറൻസ് എടുത്താൽ നിങ്ങൾക്ക് റേഞ്ച് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റേഞ്ചിൻ്റെ കേസിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് വരുന്ന ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും സിമ്പിളായിട്ട് വരുന്നൊരു ടോപ്പിക്ക് തന്നെയാണ്. ഓക്കെ. Then we move on to merits and demerits of range. Okay. First one, merits. It is the simplest to understand and the easiest to calculate. Then second is it is used in statistical quality control. ഇപ്പോൾ 2 മെറിറ്റ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്.
Okay, it is the simplest to understand and easiest to calculate. Then it is used in statistical quality control. Then demerits വരുന്നത് its definition does not seem to suit the calculation for data with class intervals. Further, it cannot be calculated for open-ended data. അപ്പോൾ ക്ലാസ് ഇൻ്റർവെലിൻ്റെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീക്വൻസിയെ നോക്കുന്നേ ഇല്ല, ക്ലാസ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ അത് റേഞ്ചിൻ്റെ ഡെഫിനിഷനുമായിട്ട് സ്യൂട്ടാണോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഓപ്പൺ എൻഡ് ഡാറ്റയ്ക്കും ഇത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോൾ ബിലോ, ലെസ് ദാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് തരാറില്ലേ, ലെസ് ദാൻ 50, അതേപോലെ മോർ ദാൻ 100 എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് തരികയാണെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ എൻഡ് ഡാറ്റയാണ്, അതിനും നമുക്ക് റേഞ്ച് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് പറയണത്. Then it is based on the 2 extreme items and not on any other items. ഇത് ബേസ് ചെയ്തിട്ടുള്ളത് 2 എക്സ്ട്രീം ഐറ്റത്തിൻ്റെ മേളിലാണ് അല്ലേ, 2 എക്സ്ട്രീം ഐറ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് റേഞ്ച് നിൽക്കുന്നത്. ബാക്കിയുള്ള വാല്യൂസിനൊന്നും കൺസിഡർ ചെയ്യുന്നേ ഇല്ല. അതാണ് സെക്കൻഡ് ഡീമെറിറ്റ്സ് ആയിട്ട് പറയണത്. Then it does not have sampling stability. Further, it is calculated for samples of small sizes only. ചെറിയ സാമ്പിൾ സൈസിന് മാത്രമേ എന്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, റേഞ്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതിന് സാമ്പിളിംഗ് സ്റ്റെബിലിറ്റി ഇല്ല. ദെൻ ഫോർത്ത് ഈസ് ഇറ്റ് കുഡ് നോട്ട് ബി മാത്തമാറ്റിക്കലി മാനിപ്പുലേറ്റഡ് ഫർദർ. ഇതിനെ മാത്തമാറ്റിക്കലി മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ നമുക്ക് 2-3 ഡാറ്റ ഒക്കെ തന്നിട്ട് കമ്പൈൻഡ് റേഞ്ച് കാണുക എന്ന് പറഞ്ഞാൽ അത് ഡിഫിക്കൽട്ടാണ്, അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയണത്. ദെൻ ഇറ്റ് ഈസ് എ വെരി റെയർലി യൂസ്ഡ് മെഷർ. ഇറ്റ് സ്കോപ്പ് ഈസ് ലിമിറ്റഡ് ടു വെരി ഫ്യൂ കൺസിഡറേഷൻ ഇൻ ക്വാളിറ്റി കൺട്രോൾ. ഓക്കെ, അത് സ്കോപ്പ് കുറവായിട്ടുള്ള അല്ലെങ്കിൽ അധികം യൂസ് ചെയ്യാത്ത മെഷറാണെന്നാണ് പറയണത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റേഞ്ചിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് വേരിയേഷനിൽ ഏതൊക്കെയാണ് മെത്തേഡ്സാണ് വരുന്നത് എന്ന് പറഞ്ഞു. അതേപോലെ ആബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് ഡിസ്പേർഷൻ എന്താണെന്ന് പറഞ്ഞു. ദെൻ റേഞ്ച് ഇൻ ഇൻഡിവിജ്വൽ സീരീസ്, റേഞ്ച് ഇൻ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ദെൻ റേഞ്ച് ഇൻ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അതിൻ്റെ എക്സാമ്പിളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ.